ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈന് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ 2 കളർ ഞാൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് സർദോസിയാണ്. അതിനൊരു പാക്കറ്റിന് 10 രൂപയാട്ടോ വില. ഇതേപോലൊരു പാക്കറ്റായിരിക്കും. നമുക്കത് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലത്തെ ഒരു പാക്കറ്റ് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഗോൾഡൻ കളറ് ഷുഗർ ബീഡ്സ് ആണ്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ചുകൂടെ സൈസുള്ള ഒരു ഗോൾഡൻ ബീഡാണ്. ഇത്രയും സൈസ് ഉണ്ട് ഇതിന്. പിന്നെ എംബ്രോയ്ഡറി നീഡിൽ വേണം. അതുപോലെ തന്നെ ഈ ബീഡ്സൊക്കെ തുന്നി കൊടുക്കാനുള്ള ത്രെഡ് നീഡിലും വേണം. ഇത്രയാണ് നമുക്ക് ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ബ്ലൂ കളർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൽ ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിസൈൻ എങ്ങനെയാണ് വരച്ചതെന്ന് ഞാൻ പേപ്പർ വെച്ചിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ക്ലോത്തിൽ ഞാനിങ്ങനെ പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ലൈൻസും അതുപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സും ലീവ്സൊക്കെ ആയിട്ട് ഒരു പിക്ചറാണ്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഞാനൊരു അളവെടുത്തിട്ടാണ് ഈ ലൈൻസൊക്കെ വരച്ചത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ വരച്ചിട്ട് എന്തെങ്കിലും ഒരു ക്യാപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ എംബ്രോയ്ഡറി ഫ്രെയിമൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒരു ഹാഫ് സർക്കിൾ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്കെയിൽ എടുത്തിട്ട് ആ സ്കെയിലിൻ്റെ അളവിൽ ഇങ്ങനെ ഒരു ലൈൻസ് വരച്ചു കൊടുക്കുക. ഇനി അതുപോലെ തന്നെ നേരെ ക്രോസ് ആയിട്ടും ആ സ്കെയിലിൻ്റെ അളവിൽ അതേപോലെ വരച്ചു കൊടുക്കുക. ഇനി ക്രോസ് ആയിട്ട് ഇതേപോലെ ഓരോ ലൈൻസായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ആ ഒരു ഡിസൈന് കിട്ടും. അപ്പോൾ ഈ ഒരു കട്ട് ബീഡ്സാണ് ഞാൻ ആ ലൈനിൽ തുന്നി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഗ്രേ കളറൊക്കെയാണ്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് തുന്നാതെ ഒരു 4-5 ബീഡ്സ് എടുത്ത് തുന്നി കൊടുക്കുകയാണ്. അപ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. നമ്മളെപ്പോഴും ബീഡ് വർക്ക് ചെയ്യുമ്പോൾ ബീഡ് തുന്നി കൊടുക്കുമ്പോൾ അത് ആദ്യം തന്നെ തുണിയിൽ ഒറ്റ തവണ കുത്തിയെടുത്തിട്ട് ബീഡ് കോർത്ത് കൊടുക്കാതെ 1-2 തവണ ഒന്ന് തുണിയിൽ കുത്തിയെടുക്കുക. അതിന് ശേഷം മാത്രം നമുക്ക് ബീഡ്സ് തുന്നി കൊടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് ഊരിപ്പോരില്ല. ഇതുപോലെ ചെറിയ സ്റ്റിച്ച് ആദ്യം ഒന്ന് ചെറുതായിട്ട് കൊടുക്കുക. അത് കാണാത്ത രീതിയിലുള്ള ചെറിയ സ്റ്റിച്ചുകൾ കൊടുക്കുക. അതിന് ശേഷം മാത്രം ബീഡ്സ് തുന്നി കൊടുക്കുക.
ഇപ്പോൾ ഇത്രയും തുന്നി കൊടുത്ത് ഇനി അടുത്ത സെറ്റ് ബീഡ്സ് നമുക്ക് ഇതേപോലെ തുന്നി കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ലീവ് സ്റ്റിച്ചാണ് അധികം യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടതിനൊക്കെ ലീവ് സ്റ്റിച്ചാണ്. പിന്നെ ഇതുപോലത്തെ ചെറിയ ജർദോസി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമൽ സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ലീവ് സ്റ്റിച്ച് വെച്ചിട്ട് ഒരു ഫ്ലവർ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 സ്ട്രാൻഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. നോർമൽ ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഗോൾഡൻ ബീഡും വെച്ച് കൊടുക്കണം. ഈ ഒരു ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നോർമൽ സ്റ്റിച്ച് വെച്ചിട്ടുള്ളൊരു ഫ്ലവറാണ്. അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ജർദോസിയാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ജർദോസി ഇതേപോലെ ഒരേ അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമ്മളുടെ അളവിനനുസരിച്ച് നമുക്ക് എല്ലാം കട്ട് ചെയ്ത് വെക്കാം. ഇനി അത് ഇതിൻ്റെ നടുക്ക് തുന്നി കൊടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ അടുത്ത ഫ്ലവർ ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 6 strands ആണ് ത്രെഡ് എടുക്കുന്നത്. നേരത്തെ ലീവ് സ്റ്റിച്ചിന് 3 strands ആയിരുന്നു എടുത്തിട്ടുള്ളത്. അതുപോലെ നോർമൽ സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഫ്ലവറിനും 6 strands ആണ് എടുത്തിട്ടുള്ളത്. ഇവിടെ 3 തവണ നൂല് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്ലവറിന് നടുക്ക് ജർദോസിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.